ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. പിന്നെ അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഹൂമിക് ആസിഡിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതെന്താണ്, ഹൂമിക് ആസിഡ് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹൂമിക് ആസിഡിനെ കുറിച്ച് പറയാം കേട്ടോ. എന്താണ് ഹുമിക് ആസിഡ്? ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഹുമിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം? ഏത് സമയത്താണ് നമ്മൾ ഹുമിക് ആസിഡ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ മഴ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചെടികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ സസ്യങ്ങളുടെയും അതുപോലെ തന്നെ ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് ജൈവ പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ ഹുമിക് ആസിഡ് കേട്ടോ. അത് നമുക്ക് നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ കമ്പോസ്റ്റ് കരിയില, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട്, അതുപോലെ നമ്മൾ അതിൽ നമ്മുടെ കൊക്കോ പീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കമ്പോസ്റ്റാക്കി എടുക്കുന്നുണ്ടല്ലേ. ലെയറായിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പോസ്റ്റ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സസ്യങ്ങളൊക്കെ, അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മാവിൻ്റെയും പ്ലാവിൻ്റെ ഇലയൊക്കെ കൂട്ടിട്ടാൽ അവിടെയൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വേരൊക്കെ വരുന്നത് കാണല്ലേ. ഒരു വേരൊക്കെ കൂടുതൽ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ വേരൊക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം ഹുമിക് ആസിഡിൻ്റെ പ്രവർത്തനം നടക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുമിക് ആസിഡ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പല രൂപത്തിലാണ് ഇപ്പോൾ വരുന്നത്. പല രൂപത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതാണ് സംഭവം കേട്ടോ. ജന്തുക്കളുടെയും അതിലത്തെ സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞതൊക്കെ നമ്മൾ കൂട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെ, അതായത് അങ്ങനെ പച്ചക്കറിക്കായും അങ്ങനെ ഉള്ള അവശിഷ്ടങ്ങളെ അത് വിഘടനമൊക്കെ നടത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. എനിക്ക് അറിയുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഞാൻ മുമ്പ് ഹുമിക് ആസിഡിൻ്റെ ഒരു ലിക്വിഡ് വാങ്ങിയിരുന്നു. പിന്നീട് വേറെ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഹുമിക് ആസിഡ് ഒരു വളമല്ല കേട്ടോ. ഹുമിക് ആസിഡ് ഒരു വളമാണെന്ന് ഒരിക്കലും ആരും വിചാരിക്കും. ഒരു വളമല്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ വളം കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വളം കൊടുത്താൽ മാത്രമേ ഇത് നമ്മുടെ ചെടികൾക്ക് ഉപയോഗപ്പെടുള്ളൂ കേട്ടോ. അല്ലാതെ ഹുമിക് ആസിഡ് മാത്രം കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ചെടിക്ക് ആ ഒരു വളമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ DAP കൊടുക്കുമ്പോൾ ഹുമിക് ആസിഡ് ഉപയോഗിക്കുക, അതുപോലെ NPK കൊടുക്കുമ്പോൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വളങ്ങളുടെ കൂടെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അപ്പോൾ കമ്പോസ്റ്റ് ഞാൻ പറഞ്ഞു. കമ്പോസ്റ്റ് നമുക്ക് എന്താ, മണ്ണിൻ്റെ പോഷക ഗുണങ്ങൾ കിട്ടുമല്ലോ കമ്പോസ്റ്റ് കൊണ്ട് നമുക്ക് മണ്ണിൻ്റെ പോഷക ഗുണങ്ങളാണെങ്കിൽ ഹുമിക് ആസിഡ് മണ്ണിൻ്റെ ഘടന തന്നെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഹുമിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം നോക്കാം. മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നു. രണ്ടാമത്തത് ജലവും അതുപോലെ തന്നെ പോഷകങ്ങളും നിലനിർത്താൻ, അതായത് നമ്മളെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും അതിൽ തന്നെ അതിൻ്റെ പോഷകങ്ങളും നിലനിർത്താനും ഈ ഹുമിക് ആസിഡിന് കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ വേര് വളർച്ച കൂട്ടും. ഈ ഹുമിക് ആസിഡ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചെടിയുടെ വേര് വളർച്ച നന്നായിട്ട് കൂടും കേട്ടോ. വേര് വളർച്ച കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകല്ലേ, നന്നായിട്ട് വളരും കേട്ടോ. വേര് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചെടി നന്നായിട്ട് വളരും കേട്ടോ. അതുപോലെ തന്നെ ഇത് ധാതുക്കളെ ആഗിരണം ചെയ്യാനും ഇതിന് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ചെടീൻ്റെ വളർച്ചയ്ക്ക് നമുക്കറിയാം ഫോസ്ഫറസ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ മണ്ണിലുള്ളത് ഫോസ്ഫറസിന് പകരം എന്താണ്, ഫോസ്ഫേറ്റ് ആണ്. ആ ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് ആക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു ഹുമിക് ആസിഡിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്താണ്, മണ്ണിൻ്റെ pH ലെവൽ കൂട്ടും കേട്ടോ. ഹുമിക് ആസിഡ് മണ്ണിൻ്റെ pH ലെവൽ കൂട്ടും. pH ലെവൽ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണല്ലേ. അപ്പോൾ നമുക്ക് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം വരുന്നത്, നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അമ്ലത, അതായത് പുളിപ്പുണ്ടാകും. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഫംഗൽ വരും, ബാക്ടീരിയ വരും, വൈറസ്, അതുപോലെ തന്നെ മണ്ണ് അസിഡിക്കായി പോകും. അങ്ങനെയൊക്കെ നമുക്ക് കുറഞ്ഞു പോകും. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 6.5 തൊട്ടിട്ട് 7.5 വരെയാണ് കേട്ടോ. അപ്പോൾ ആ 6.5 തൊട്ട് 7 വരെയുള്ള ആ ഒരു pH ലെവൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ
ഒമിക് ആസിഡിന് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടിപ്പോയാലോ നമ്മൾ കൊടുക്കുന്ന ഒമിക് ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ല പിന്നെ നമ്മുടെ പി എച്ച് ലെവൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒരു മൂലകങ്ങളും കിട്ടില്ല. അപ്പം പി എച്ച് ലെവൽ എപ്പോഴും റെഡിയാണ്. പി എച്ച് ലെവലിൻ്റെ ഇപ്പോൾ ഒരു മെഷീനൊക്കെ ഉണ്ട്, മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല, അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അല്ലാണ്ട് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പി എച്ച് ലെവലിൽ നോക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ചെടി വളർത്തുന്നവർക്ക് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമ്മളെ ചെടിക്ക് നന്നായിട്ട് വേര് വളരും, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തും, പി എച്ച് ലെവൽ കൂട്ടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. നമ്മുടെ ഇപ്പോൾ എന്താണ് ഒമിക് ആസിഡ് എന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഗുണങ്ങളും പറഞ്ഞു കേട്ടോ. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുക, 3 തരത്തിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. 3 അല്ല 4 തരത്തിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഒമിക് ആസിഡ് ലിക്വിഡ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ലിക്വിഡ് രൂപത്തിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മണ്ണിൽ ഡയലൂട്ട് ചെയ്യണം കേട്ടോ. ലിക്വിഡ് ആകുമ്പോൾ നമ്മൾ 1 ഗ്രാം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇലയിലും ചെടീൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഗ്രാനുവലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് സാവധാനം റിലീസിങ് ആകും. അത് നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസറൊക്കെ പോലെ തന്നെ സാവധാനമാണ് റിലീസാകുന്നത്. എങ്കിലും അത് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് നല്ല പൊടിയായിട്ട് കിട്ടുന്നുണ്ട്. പൊടിയായിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞ് നമുക്ക് ആ വെള്ളം നമുക്ക് ഒരു കുറേ വെള്ളത്തിലേക്ക് കുറച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ പൊടി ഉപയോഗിച്ച് അത് നമുക്ക് പിന്നെ മണ്ണിലും അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇപ്പോൾ പച്ചക്കറി ആയാലൊക്കെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് പൗഡർ രൂപത്തിൽ കിട്ടുന്നുണ്ട്. പൗഡർ രൂപത്തിലാണെങ്കിൽ പെട്ടെന്ന് അലിയും കേട്ടോ. മണ്ണിലായാലും വെള്ളത്തിലായൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് ആ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ആക്കിയിട്ട് നമുക്കതും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പിന്നെ ഈ ഒരു ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ ഹ്യൂമിക് ആസിഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെടിക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. ഹ്യൂമിക് ആസിഡ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 4 രീതിയിലാണ് നമുക്ക് കിട്ടുന്ന നഴ്സറിയിൽ നിന്ന്, അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ലിക്വിഡ് രൂപത്തിൽ വാങ്ങുന്നതാണ്. അതുപോലെ തന്നെ പൊടി രൂപത്തിലൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൂട്ടും, നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് വേര് ഉണ്ടാവുന്ന വേര് വളർച്ച കൂടുമ്പോൾ നമ്മുടെ ചെടി വളരും എന്നറിയുന്നത്. അപ്പോൾ വെളുത്ത വേരാണ് കേട്ടോ നമ്മുടെ ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ വെളുത്ത വേര് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വളങ്ങൾ നന്നായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയിലൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ തെങ്ങിൻ്റെ ഓലയൊക്കെ കൂട്ടിയിട്ടിട്ട് അത് പൊടിഞ്ഞ് നന്നായിട്ട് കരിയില പോലെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേര് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരുപാട് വേരൊക്കെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഒമിക് ആസിഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ അതായത് സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കൊണ്ട് ആണ് ഈ ഒരു ഒമിക് ആസിഡ് ആവുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് നല്ല വേരോട്ടമൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് ആണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ചെടി വാങ്ങിയിട്ട് നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിയാലും നമ്മളത് മണ്ണിൽ നട്ട് കൊടുത്താൽ നമ്മുടെ ചെടിക്ക് ഒട്ടും ഗ്രോത്ത് ഉണ്ടാവില്ല, ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട, അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ ചെടികൾക്ക് മാറി മാറി നമ്മൾ വളം കൊടുക്കണം. വെയിൽ സൺലൈറ്റ് നോക്കണം, വാട്ടറിങ് നോക്കണം, ഫെർട്ടിലൈസർ നോക്കണം. അതുകൂടാതെ അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ നോക്കണം. അങ്ങനെ ഫോസ്ഫറസ്, പൊട്ടാഷ്യം അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട എല്ലാ മൂലകങ്ങൾ, അത് മൈക്രോ മൂലകങ്ങൾ പിന്നെ അതുപോലെ തന്നെ മാക്രോ മൂലകങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചെടി നല്ല രീതിയിലാക്കുള്ളൂ. അപ്പോൾ ന്യൂട്രിയൻസ് നമ്മുടെ ചെടിക്ക് കിട്ടിയാൽ മാത്രമേ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരുള്ളൂ. ഒരുപാട് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്നോട്, ഇപ്പോൾ ഈ അടുത്തും കൂടി പറഞ്ഞ് പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിലൊന്നും ബേബി പ്ലാന്റ് ഉണ്ടാവുന്നില്ല. ഒക്കെ നമ്മുടെ ശ്രദ്ധ കുറവ്. നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം, മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം, എങ്കിലേ നമ്മൾ ചെടി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യാതെ നിന്നാൽ നമ്മുടെ ചെടിക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒമിക് ആസിഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ജൈവ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് വാങ്ങിയതാട്ടോ. അപ്പോൾ ഈ അടുത്ത് എൻ്റെ കയ്യിൽ കാണിക്കാനില്ല, അതുകൊണ്ട് ഞാനിതിൽ അതിൻ്റെ ഫോട്ടോസാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളത് സഹകരിക്കണം, ഫോട്ടോസാണ് ഇടട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ പറയാം. ഇനിയിപ്പം ഇതിൽ ഞാൻ ഇട്ട വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ pH ലെവൽ കൂട്ടും, മണ്ണിൻ്റെ ഘടന തന്നെ മാറ്റും, പിന്നെ നല്ല വേരോട്ടമുണ്ടാകും, നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട്. 4 രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതൊരിക്കലും ഒരു ഫെർട്ടിലൈസർ അല്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ വളത്തിൻ്റെ കൂടെ കൊടുത്താൽ മാത്രമേ ഇത് നമ്മുടെ ചെടികൾക്ക്, പച്ചക്കറി ചെടികൾക്കായി കൃഷിക്കാണെങ്കിലൊക്കെ തന്നെ ഉപയോഗപ്പെടുന്നത് ഏതെങ്കിലും ഒരു വളത്തിൻ്റെ കൂടെ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഞാൻ ഇത് അറിയാത്തവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, കമൻറ്റൊക്കെ വരണം കേട്ടോ. എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റിലൂടെ വരണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.